നമസ്കാരം എല്ലാ മലയാളി പ്രേക്ഷകർക്കും എസ് യു വിഷൻ അവതരിപ്പിക്കുന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് LNBകളെ കുറിച്ചാണ്. നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന LNB ആണ് ഈ കാണുന്നത്, KU ബാൻഡിൻ്റെ സാധാരണ നോർമൽ LNB. ഇത് നോർമലായിട്ട് എല്ലാ വീടുകളിലും നമ്മൾ ഡിഷ് ആൻറ്റിനകളിൽ KU ബാൻഡ് ഡിഷ് ആൻറ്റിനകളിൽ കാണുന്ന LNB ആണ്. ടെറസ് കൈ എയർടെൽ അതേപോലെയുള്ള സാറ്റലൈറ്റുകൾ അതല്ലെങ്കിൽ DTH കമ്പനികൾ പുറത്തിറക്കുന്ന നോർമൽ KU ബാൻഡ് LNB. പക്ഷേ ഞാൻ ഈ LNB പരിചയപ്പെടുത്താനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു LNB ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസുകൾ ഇനിയും വരും. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഞാൻ ഈ മോളത്തെ ഡിഷിൽ വെച്ചിരിക്കുന്നത് ഈ ഒരു LNBക്ക് ഒരു പ്രത്യേകത ഉണ്ട്. 2 LNBകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു LNB ആണ്. അതായത് മോണോ ബ്ലോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. 2 ബ്ലോക്കുകൾ, അതായത് 2 LNBകൾ സയാമീസിനെ പോലെ ഒട്ടിയിരിക്കുന്നതിനെ കൊണ്ടാണ് മോണോ ബ്ലോക്ക് LNB എന്ന് പറയുന്നത്. അങ്ങനെ 2 മോണോ ബ്ലോക്ക് LNBകളാണ് ഈ 2 ഡിഷിലും ഞാൻ വെച്ചിരിക്കുന്നത്. ഈ LNB കൊണ്ടുള്ള ഗുണം എന്താണ്? സാധാ LNBയും ഈ LNB തമ്മിലുള്ള വ്യത്യാസമുണ്ട്. സാധാ LNB എന്നാൽ സിംഗിൾ ബ്ലോക്ക്, ഒറ്റ LNB മാത്രമാണ്. ഇത് മോണോ ബ്ലോക്ക് 2 LNBകളാണ് ഈ ഒറ്റ ഇതിൽ വന്നിരിക്കുന്നത്. ഒറ്റ LNB അല്ല, ഒറ്റ സെറ്റിങ്സിൽ തന്നെ 2 LNBകൾ വരുന്നതാണ് മോണോ ബ്ലോക്ക് LNB എന്ന് പറയുന്നത്. ഇത് സഹായിക്കുന്നത് നമുക്ക് മാക്സിമം 5 ഡിഗ്രി വരെയുള്ള 5-6 ഡിഗ്രി വരെയൊക്കെ മാക്സിമം നമുക്ക് ഡിഫറൻസിലുള്ള സാറ്റലൈറ്റുകൾ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സാറ്റലൈറ്റ് ഇരിക്കുന്നത് 78 ഡിഗ്രിയിലാണെങ്കിൽ അതിൽ നിന്ന് 5 ഡിഗ്രി ഡിഫറൻസിൽ, ഇപ്പോൾ പേക്കോട്ടേക്കാകാം അല്ലെങ്കിൽ മുന്നോട്ടേക്ക് 5 ഡിഗ്രി ഡിഫറൻസിൽ അല്ലെങ്കിൽ 6 ഡിഗ്രി ഡിഫറൻസിൽ അല്ലെങ്കിൽ 4 ഡിഗ്രി ഡിഫറൻസിൽ അല്ലെങ്കിൽ 3 ഡിഗ്രി ഡിഫറൻസിലൊക്കെ വരെയുള്ള അടുത്തടുത്തുള്ള 2 സാറ്റലൈറ്റുകൾ ഒറ്റ റിസീവറിലേക്ക് സമന്വയിപ്പിച്ചിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒറ്റ സെറ്റപ്പിൽ തന്നെ നമുക്ക് ഒരു സാറ്റലൈറ്റ് അല്ല 2 സാറ്റലൈറ്റ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് 5 ഇപ്പോൾ 75 ഡിഗ്രിയിലുള്ളതാണെങ്കിൽ അതിൽ നിന്ന് 5 കൂട്ടാണെങ്കിൽ 80 ഡിഗ്രിയുള്ള സാറ്റലൈറ്റ്. അതുപോലെ തന്നെ 83 ഡിഗ്രിയുള്ള സാറ്റലൈറ്റ് ആണെങ്കിൽ അതിന് 5 കൂട്ടി 88 സാറ്റലൈറ്റ്. പിന്നെ 88 സാറ്റലൈറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, 5 കുറച്ച് 73 സാറ്റലൈറ്റ്. ഇങ്ങനെയൊക്കെ അടുത്തടുത്ത് 5 ഡിഗ്രി 3 ഡിഗ്രി 4 ഡിഗ്രി അല്ല 6 ഡിഗ്രി. ഈ 6 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഷ് 90 സെൻറ്റിമീറ്ററിന് അധികം വലിപ്പമുണ്ടെങ്കിൽ, ഡിഷിന് 90 സെൻറ്റിമീറ്ററും അധികം വ്യാപ്തിയുണ്ട്, അളവുണ്ട്, വലിപ്പമുണ്ട് എങ്കിൽ നമുക്ക് 6 ഡിഗ്രിയുള്ള സാറ്റലൈറ്റ് വരെ ട്രാക്ക് ചെയ്യാം. ഇനി ഡിഷ് 90 സെൻറ്റിമീറ്റർ കുറവാണ്, ഒരു 75 ഡിഗ്രി അല്ലെങ്കിൽ 70 ഡിഗ്രിയൊക്കെ 70 സെൻറ്റിമീറ്റർ ഒക്കെയാണ് ആ ഡിഷിന് സൈസ് ഉള്ളൂ എങ്കിൽ, അതിൻ്റെ റിഫ്ലക്ഷൻ പ്ലേറ്റിൻ്റെ സൈസ് ഉള്ളൂ എങ്കിൽ നമുക്ക് ആ ഡിഷിൽ നമുക്കൊരു 3 ഡിഗ്രിയൊക്കെ 3.5 ഡിഗ്രി 4 ഡിഗ്രി ഡിഫറൻസിലുള്ള സാറ്റലൈറ്റുകൾ വരെ കറക്റ്റായിട്ട് ട്യൂൺ ചെയ്യാൻ സാധിക്കും, അടുത്തിട്ടുള്ള 2 സാറ്റലൈറ്റുകൾ. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത് ആ മോണോബ്ലോക്ക് LNB സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പൊസിഷനാണ്. ഈ LNBകളിൽ ഇപ്പോൾ നമുക്ക് പ്രത്യേകമായി കാണാൻ പറ്റുന്ന കുറച്ച് അളവുകളും കൂടി ഞാനത് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്നാമതായി കാണുന്നത് ഇൻപുട്ട് ഫ്രീക്വൻസിയാണ്. എന്തിനാണ് ഇൻപുട്ട് ഫ്രീക്വൻസി എന്നുള്ളത്? സാറ്റലൈറ്റിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ഫ്രീക്വൻസികളെയാണ് ഇൻപുട്ട് ഫ്രീക്വൻസി. അപ്പോൾ KU ബാൻഡിലേക്കാണ് 10.7 തൊട്ടിട്ട് 12.75 GHz വരെയുള്ള ഫ്രീക്വൻസികൾ കാണാം. അതേപോലെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ LNBയിൽ നിന്ന് റിസീവറിലേക്ക് കൊണ്ടുവരുന്ന സിഗ്നൽസിൻ്റെ അളവാണ്. അപ്പോൾ LNBയിൽ നിന്നും അതേ ഫ്രീക്വൻസിയിൽ തന്നെ അതേ അളവിലുള്ള ഫ്രീക്വൻസി നമ്മൾ ആ കേബിൾ വഴി ആക്സൽ കേബിൾ വരെ റിസീവറിലേക്ക് എത്തിക്കാൻ കഴിയില്ല. കാരണം റിസീവർ ആ കേബിൾ താങ്ങില്ല. അതുകൊണ്ട് തന്നെ അത് കുറച്ചിട്ട് കംപ്രസ് ചെയ്ത് കുറച്ചിട്ട് 0.95 GHz തൊട്ടിട്ട് 2.15 GHz വരെയുള്ള ഫ്രീക്വൻസി കുറച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് റിസീവറിലേക്ക് എത്തിക്കുന്നത്. റിസീവറിൽ നിന്ന് വീണ്ടും അത് കൺവേർട്ട് ചെയ്തിട്ട് പഴയ ഫ്രീക്വൻസിയിലേക്ക് തന്നെ, അതായത് 10.7 GHz തൊട്ട് 12.75 GHz വരെ എത്തിക്കാനാണ് ഈ LO ഫ്രീക്വൻസികൾ ഉപയോഗിക്കുന്നത്. LO ഫ്രീക്വൻസി വെച്ചിട്ട് കൂട്ട് ചെയ്യാം. അപ്പോൾ LO ഫ്രീക്വൻസി 9.75 തൊട്ടിട്ട് 10.6 GHz. അപ്പോൾ 9.75 കൂട്ടുന്ന ലോ ബാൻഡ് ഫ്രീക്വൻസികളാണ്, 10.6 കൂടുന്നത് ഹൈ ബാൻഡ് ഫ്രീക്വൻസികളും. അത് വീണ്ടും കംപ്രസ് ചെയ്ത് വീണ്ടും എക്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം C ബാൻഡ് LNBകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക് അറിയാം. C ബാൻഡിൽ ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് നടക്കുന്നത്. C ബാൻഡിൽ ഇൻപുട്ട് ഫ്രീക്വൻസി നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ. അതിൽ കാണാം ഇൻപുട്ട് ഫ്രീക്വൻസി 3.7 GHz തൊട്ടിട്ട് 4.2 GHz വരെ എന്നായിരിക്കും. ഈ 3.7 ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഒരു ചാനലിൽ TP ട്രാൻസ്പോണ്ടർ എന്നാണ് പറയുക, ട്രാൻസ്പോണ്ടർ. അപ്പോൾ TP ഓരോ സാറ്റലൈറ്റുകളും ഒരുപാട് ട്രാൻസ്പോണ്ടർ ഉണ്ടാവും. ആ ട്രാൻസ്പോണ്ടറിൽ തന്നെ ഏകദേശം 30 തൊട്ട് അല്ലെങ്കിൽ 1 തൊട്ട് 30 വരെയുള്ള ചാനലുകൾ വരെ ഉൾക്കൊള്ളിക്കാൻ കഴിയും. ഇപ്പോൾ KU ബാൻഡ് ആണെങ്കിൽ അതിൽ കൂടുതൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും. C ബാൻഡ് ആണെങ്കിൽ ചാനലുകളുടെ എണ്ണം കുറച്ച് കുറവായിരിക്കും. ഈ ഒരു ട്രാൻസ്പോണ്ടർ പക്ഷേ ഈ 3.7 GHz തൊട്ടിട്ട് 4.2 GHz ഇടയിലുള്ള ഏത് GHz ഫ്രീക്വൻസിയും അവരെടുക്കാം, യൂസ് ചെയ്യാം. അതാണ് ഇൻപുട്ട്. അതായത് സാറ്റലൈറ്റിൽ നിന്ന് കറക്റ്റായിട്ട് വരുന്ന ഫ്രീക്വൻസി LNBയിൽ റിസീവ് ചെയ്യുന്നത്, അതിൻ്റെ അളവാണ് ഈ ഇൻപുട്ട്. അതായത് LNB സ്വീകരിക്കുന്നതാണ്. C ബാൻഡ് സാറ്റലൈറ്റുകളുടെ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. C ബാൻഡിൽ 3.7 തൊട്ടിട്ട് 4.2 GHz വരെ. അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
ഇനി ഈ LNBയിലെത്തിയ ആ ഒരു ഫ്രീക്വൻസി അളവ് അതേപോലെ തന്നെ കേബിൾ വഴി റിസീവറിലേക്ക് എത്തിക്കാം. പക്ഷേ അത് പോസിബിൾ അല്ല. കാരണം ഈ 3.7 GHz എന്ന ആ ഒരു ഫ്രീക്വൻസി ഒട്ടും ചോരാതെ തന്നെ നമുക്ക് ഈ കൊയാക്സൽ കേബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ക ലോക്കൽ കേബിൾ തൊട്ടിട്ട് ഹൈ ക്വാളിറ്റിയുള്ള കേബിൾ വരെയൊക്കെ വരുന്നുണ്ടെങ്കിലും ആ കേബിളിൽ ഈ 3.7 GHz തൊട്ടിട്ടുള്ള 4.2 GHz ഇപ്പോൾ KU ബാൻഡാണെങ്കിൽ അതിൽ കൂടുതലാണ് ഒക്കെ ഉള്ള GHz ഫ്രീക്വൻസി അതേപോലെ അതിലൂടെ കടത്തി വിടാൻ ആ സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്ത് കടത്തി വിടാൻ അത് കടത്തിവിടാൻ പര്യാപ്തമല്ല. അത് പോസിബിൾ അല്ല. കാരണം അതിന് എന്തോരം വലിയ കേബിൾ വേണ്ടി വരുന്ന അറിയാം, എത്ര കട്ടിയുള്ള കേബിൾ വേണ്ടി വരുന്ന അറിയാം. അപ്പോൾ അത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് LNB അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സർക്യൂട്ട് ബോർഡ് ഉണ്ട്. അപ്പം വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ പ്രത്യേകമായി തന്നെ വോൾട്ടേജ് 13 വോൾട്ടേജ് 18 വോൾട്ടേജ് എന്നൊക്കെ നമുക്ക് കാണാം. ഇത്തരം വോൾട്ടേജുകൾ യൂസ് ചെയ്തുകൊണ്ട് വെർട്ടിക്കൽ TPയും ഹൊറിസോണ്ടൽ TPയും അവരെന്ത് ചെയ്യും, അതിനെ റെഡ്യൂസ് കുറയ്ക്കും. എത്ര വരെ കുറയ്ക്കും? 0.95 തൊട്ട് അല്ലെങ്കിൽ തൊട്ടിട്ട് 2.5 വരെ അല്ലെങ്കിൽ 0.95 തൊട്ടിട്ട് 1.4 GHz വരെ കുറയ്ക്കും. ആ ഫ്രീക്വൻസിൻ്റെ ആവൃത്തിനെ കുറച്ചിട്ട് അതാണ് ഔട്ട്പുട്ട് ഫ്രീക്വൻസി ആയിട്ട് ആ LNBയിൽ കാണുന്നത്. ആ ഫ്രീക്വൻസിയാണ് കേബിൾ വഴി പ്രേഷണം ചെയ്യുന്നത്, അതായത് കേബിൾ വഴി കടത്തി വിടുന്നത്. ആ കൊയാക്സൽ കേബിൾ അതിനുള്ള കഴിവേ ഉള്ളൂ. അതാണ് അതിൻ്റെ പ്രധാന പ്രശ്നം. ആ കഴിവ് അതിനില്ല. അപ്പോൾ അതിലൂടെ ആ കേബിളൂടെ വന്ന് നമ്മൾ വീട്ടിലുള്ള റിസീവറിൽ വീണ്ടും ഈ ഫ്രീക്വൻസി എത്തുന്നു. റിസീവറിൽ എത്തുമ്പം റിസീവറിന് മനസ്സിലാകുന്നില്ല ഇതിൻ്റെ യഥാർത്ഥ ഫ്രീക്വൻസി എത്തുക. അപ്പോൾ റിസീവർ വീണ്ടും എക്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതായത് കൂട്ടുക. അതായത് അതിനെ ആ കൂട്ടുന്ന ഒരു ത്വരിതപ്പെടുത്തുന്ന ഒരു അളവാണ് LO ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ LNB കൊടുത്തിരിക്കും. അപ്പോൾ ഓരോ LNBയിലും LO ഫ്രീക്വൻസിയുടെ അളവുകൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ LO ഫ്രീക്വൻസിൻ്റെ അളവ് ആ LNBയിലെ മുകളിൽ എഴുതിയാൽ തന്നെ നമ്മൾ റിസീവറെ സെറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഈ 0.95നും അതേപോലെ തന്നെ 1.45 ഇടയിലുള്ള GHzലുള്ള ഫ്രീക്വൻസിയാണ് ഇപ്പോൾ റിസീവർ റിസീവ് ചെയ്തിട്ടുള്ളത്, എത്തിയിട്ടുള്ളത്. റിസീവറിന് യഥാർത്ഥ സാറ്റലൈറ്റിന് സംരക്ഷണം ചെയ്യുന്ന ഫ്രീക്വൻസി എത്രയെന്ന് അറിയണമെങ്കിൽ അതിനെ വീണ്ടും പഴയപടി നമുക്ക് ഈ സാറ്റലൈറ്റിലേക്ക് ഇത് ഇൻപുട്ട് ചെയ്ത LNB റിസീവ് ചെയ്ത ഫ്രീക്വൻസി കിട്ടണമെങ്കിൽ വീണ്ടും അതിനെ അധികരിപ്പിക്കണം. അപ്പോൾ അധികരിപ്പിക്കണമെങ്കിൽ അതിനാണ് ഈ LO ഫ്രീക്വൻസി. ഇതൊരു സാങ്കല്പിക ഫ്രീക്വൻസി. ഈ LO ഫ്രീക്വൻസിയെ യൂസ് ചെയ്യേണ്ടി വരും. അതിൽ ആ LO ഫ്രീക്വൻസി ഇപ്പോൾ ഈ 3.7 തൊട്ട് 4.2 കുറവും കൂടുതൽ GHzലുള്ളതാണ് റിസീവ് ചെയ്തത്. അതിന് ചെറുതിനെ ലോ ബാൻഡ് എന്നും അതിൻ്റെ ഏറ്റവും കൂടുതൽ ഹൈ ബാൻഡ് എന്നും വിശേഷിപ്പിക്കാം. അപ്പം ലോ ബാൻഡിലുള്ള ചെറിയ ഫ്രീക്വൻസികളാണെങ്കിൽ 5.15 GHz ഇട്ടിട്ട് അവരെന്ത് ചെയ്യും, അധികരിപ്പിക്കും. ആ കിട്ടിയ TPനെ ട്രാൻസ്പോർട്ടിനെ അധികരിപ്പിച്ചിട്ട് ഇൻപുട്ട് ഫ്രീക്വൻസി സാറ്റലൈറ്റിൽ നിന്ന് ലഭിച്ച ഫ്രീക്വൻസിയിലേക്ക് റിസീവറിന് മനസ്സിലാവും ഇതാണ് സാറ്റലൈറ്റിൽ നിന്ന് ലഭിച്ച ഫ്രീക്വൻസി. ഇത് വെച്ചിട്ടാണ് സാറ്റലൈറ്റ് എന്ത് ചെയ്യാം, ആ ചാനലിനെ അവിടെ ട്യൂൺ ചെയ്തെടുക്കുക. ഇപ്പോൾ ഹൈ ബാൻഡിലാണെങ്കിൽ 5.75ഉം ചില റിസീവർ ലോ ബാൻഡ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ചില LNBകൾ ലോ ബാൻഡ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ചില LNBകൾ ഹൈ ബാൻഡും സ്വീകരിക്കും. അതായത് ആ LNBയുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കേബിൾ സൊല്യൂഷനൊക്കെ ആണെങ്കിൽ ഹൈ ബാൻഡും ലോ ബാൻഡും സ്വീകരിക്കും. ഓക്കെ, അപ്പോൾ 1 കേബിൾ സൊല്യൂഷൻ അല്ലെങ്കിൽ ലോ ബാൻഡ് മാത്രമായിരിക്കും LNBകൾ സ്വീകരിക്കുക. KU ബാൻഡിൽ രണ്ടും സ്വീകരിക്കും. KU ബാൻഡിൽ നോ കോംപ്രമൈസ്, ഹൈ ബാൻഡിൽ ലോ ബാൻഡും എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇത് അധികരിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് LO ഫ്രീക്വൻസി. അതൊരു സാങ്കല്പിക ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഈ LO ഫ്രീക്വൻസി ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇൻപുട്ട് എത്രയാണ് റിസീവറിലേക്ക് എത്തിയിട്ടുള്ളത്? ഇപ്പോൾ ഉദാഹരണത്തിന് റിസീവറിലേക്ക് കിട്ടിയത് LNB ഔട്ട് ചെയ്തായിരിക്കുമല്ലോ റിസീവറിലേക്ക് കിട്ടുക. അപ്പോൾ 0.95 GHz ആയിരിക്കും റിസീവർ കിട്ടുക. റിസീവർ എന്ത് ചെയ്യും, ആ 95 GHz പ്ലസ് 5.15 എന്ന LO ഫ്രീക്വൻസിയോടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ യഥാർത്ഥ സാറ്റലൈറ്റിന് വന്ന 3.7 എന്നുള്ള ഇൻപുട്ടിലേക്ക് സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന യഥാർത്ഥ GHz ആയിട്ടുള്ള ഫ്രീക്വൻസിയിലേക്ക് റിസീവർ അനുമാനിക്കും. ആ കറക്റ്റ് ഫ്രീക്വൻസിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഈ LO ഫ്രീക്വൻസി. അപ്പം ഓരോ LNBകളുടെയും LO ഫ്രീക്വൻസി അവർ എത്രയാണോ കുറയ്ക്കുന്നത്, അതായത് LNB എത്ര യൂണിറ്റ് ഫ്രീക്വൻസിയാണ് കുറയ്ക്കുന്നത് എന്നുള്ളത് ആ LNBയുടെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ആ അളവ് തന്നെ എവിടെ കൊടുക്കണം, റിസീവറിലും സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റിസീവർ എന്ത് ചെയ്യും, അതേ അളവ് തന്നെ ഇവിടെ കൊണ്ടിട്ട് അധികരിപ്പിക്കുകയാണ് ചെയ്യുക. ഈ ഒരു മെത്തേഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റൊന്നാണ് നോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫിഗർ ഈ LNBയുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. നോയ്സ് 17K. ഗെയിൻ എന്നുള്ളൊരു ഫിഗറും കൊടുത്തിട്ടുണ്ട്. ഗെയിൻ 65 dB. നോയ്സ് എന്നുള്ളത് അതിൻ്റെ പ്യൂരിറ്റിയാണ്. ഈ ചെയ്യുന്ന പ്രവർത്തനത്തിൽ നിന്നും ആ സിഗ്നലിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിന്, അത് ഈ കറക്റ്റായിട്ടുള്ള ക്വാളിറ്റിയുള്ള സിഗ്നൽ ലഭിച്ചത്, ആ ക്വാളിറ്റി പ്യൂരിറ്റി എന്ന് വേണം പറയാം. അതാണ് ഈ 17K 12K. അപ്പം നോയ്സ് കുറയുന്നത് അനുസരിച്ച് നോയ്സ് ഫിഗർ 12K അല്ലെങ്കിൽ കുറയുന്നതനുസരിച്ച് ഗെയിൻ പവർ കൂടും. ഗെയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ക്വാളിറ്റി പവർ കൂടും. അപ്പോൾ ഗെയിൻ കൂടുകയും അപ്പോൾ നോയ്സ് കുറയുകയും വേണം. അപ്പോൾ 17K എന്ന ഏരിയയിൽ ഗെയിൻ കിട്ടുക 65 dB ആയിരിക്കും. ഇപ്പോൾ 12K എന്ന് നോയ്സ് 12K ഏരിയയിൽ ഗെയിൻ കിട്ടുക 60 dB. അപ്പോൾ കണ്ടോ നോയ്സ് കുറയുന്നതനുസരിച്ച് ഗെയിൻ കൂടുന്നു. ഇതും ആ LNBയിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്തത്.
അപ്പോൾ ഒരുപാട് വീഡിയോ ലെങ്തായി പോയി എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ സെക്കൻഡായിട്ട് ബ്രേക്ക് ചെയ്യാണ്. ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഇനി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, മറ്റൊരു എപ്പിസോഡിൽ പുത്തൻ ചിന്തയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാതെ വരയ്ക്കും. ടേക്ക് കെയർ, ബൈ.